ഞാൻ ആലപ്പായി വാര്യത്ത് ശൂലപാണി വാര്യർ ആണ്. ഈ അമ്പലത്തിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ജോലി ചെയ്യുന്നു. അമ്പലത്തിന്റെ ചരിത്രം പറയുന്നത് ഏകദേശം 2500 കൊല്ലം മുമ്പ് ഈ സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ഈ അമ്പലത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പുരാതനമായിട്ട് 5-6 മനകൾ ഉണ്ടായിരുന്നുവെന്നും അവര് കുറച്ച് മുമ്പ് അത് അമ്പലം നശിച്ചതോടുകൂടി ആ മനകളും നശിച്ചു പോയി എന്നും ദൈവപ്രശ്നത്തിൽ കണ്ടത്. അതിനുശേഷം ഇപ്പൊ ഈ അമ്പലം വടക്കങ്കര മനയുടെ അധീനത്തിലാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഈ അമ്പലം. പെരുന്തൽക്കോവിൽ അമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അമ്പലത്തിന്റെ മതിൽ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കാണാം. ഇവിടുത്തെ ഗണപതി ആ അമ്പലത്തിൽ നിന്ന് ഓടിപ്പോകുന്നതാണെന്നാണ് പറയുന്നത്. പഴമക്കാർ ഇപ്പോഴും ആ പെരുന്തൽക്കോവിൽ അമ്പലം തൊഴുന്ന സമയത്ത് ആ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് നോക്കി ഗണപതി തൊഴാറുണ്ട്. ഇപ്പോൾ ഈ അമ്പലം ആനപ്പായ ഗണപതി ക്ഷേത്രം എന്നതിനാണ് പ്രശസ്തിയുള്ളത്. ഉപദേവതകളായ ശിവനും വിഷ്ണു ധന്വന്തരിയും ഉണ്ടെങ്കിലും പ്രാധാന്യം ആനപ്പായ ഗണപതിക്കാണ്. ആനപ്പായ ഗണപതിക്ക് ഈ അമ്പലത്തിൽ കുംഭമാസത്തിൽ ഓഹരി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിവസവും കർക്കിടക മാസം 2-ാം ഞായറാഴ്ച മഹാഗണപതി ഹോമവും ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി ദിവസം പ്രത്യേക പൂജകളും അതിനുശേഷം തുലാമാസത്തിൽ തിരുവോണ ദിവസവും പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ചെർപ്പശ്ശേരി കൊപ്പം റൂട്ടിൽ നിന്ന് 70 ട്രാൻസ്ഫോമർ നിന്ന് തിരിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ വന്നാൽ ഈ ക്ഷേത്രത്തിലെത്താം. എൻ്റെ പേര് നാരായണൻ കുട്ടി. ഷൊർണൂർ നെല്ലൂർ റൂട്ട് പുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 500 മീറ്റർ റെയിൽവേന്റെ വക്കിൽ തന്നെയാണ് അമ്പലം. എൻ്റെ പേര് മുരളീധരൻ എന്നാണ്. ഞാൻ ഇവിടെ പ്രസിഡന്റ് സ്ഥാനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടും ഗണപതിക്കാണ് കൂടുതൽ. ഗണപതിക്ക് ഒറ്റ ഗണപതി ഹോമം, പിന്നെ ബാക്കി പുഷ്പാഞ്ജലി, വടക്കേമാല എന്നിവ എല്ലാം നടത്താറുണ്ട്. 30 വെള്ളിയായി എല്ലാ ദിവസവും ഇവിടെ ഗണപതി ഹോമവും ഒറ്റപ്പവും ഇവിടെ നടത്തി വരുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇവിടെ അടച്ചുപൂജയുള്ളത്. അതായത് ശിവന് 30 തിങ്കളാഴ്ചയും വിഷ്ണുവിന് 30 വ്യാഴാഴ്ചയും ഗണപതിക്ക് 30 വെള്ളിയാഴ്ചയുമാണ് നടത്തി വരാറുള്ളത്. എൻ്റെ പേര് ശൈലജ. ഞങ്ങളിവിടെ മാതൃസമിതിയിലെ ഒരു അംഗമാണ് ഞാന്. ഞങ്ങള് ഇപ്പോ 8 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ ചുറ്റുവിളക്ക് വെള്ളിയാഴ്ച 30 വെള്ളിക്ക് വൈകിട്ട് ചുറ്റുവിളക്കുണ്ട്. അത് ഞങ്ങള് 50 വീട്ടിലെ അമ്മമാരുണ്ട്. തുലാമാസത്തിലെ തിരുവോണം നാളിന് പിന്നെ തിരുവോണ ഗണപതിക്ക് അവില് വാരുക എന്നുള്ളൊരിതുണ്ട്. പെൺകുട്ടികളെ കൊണ്ട് അവില് വാരിക്കണ ഒരു ചടങ്ങും കൂടി ഇവിടെ നടത്തി വരുന്നുണ്ട്. കുംഭമാസത്തില് പ്രതിഷ്ഠാദിനം തലേന്ന് തുടങ്ങി പിറ്റേ ദിവസം അങ്ങനെ 2 ദിവസത്തെ പരിപാടി നടത്തി വരുന്നുണ്ട്.